ഇന്ന് നമുക്ക് കുമ്പളങ്ങയും ചിക്കനും ഉണ്ടാക്കാം. പാലക്കാടൻ സ്പെഷ്യൽ. ആദ്യം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ചിക്കൻ മസാല ഇടുക. കുറച്ച് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതേപോലെ ചിക്കനിലും ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ടിട്ട് അതും അവിടെ കുറച്ചെല്ലാം ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ കുരുമുളക്, ജീരകം, ചെറിയൊരു പട്ട, 2 ഗ്രാമ്പൂ അത് ചേർത്ത് നമുക്ക് അരച്ചിട്ട് മാറ്റി വയ്ക്കുക. അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് ഇട്ട ശേഷം അത് പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി കുറച്ചിടുക. ചെറിയുള്ളി കുറച്ച് വഴറ്റിയ ശേഷം പച്ചമുളക് 2 മുറിച്ചിടുക. അത് നല്ലപോലെ വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതും വഴറ്റിയ ശേഷം തക്കാളി നല്ലപോലെ വഴറ്റിയ ശേഷം നല്ലപോലെ വഴക്കണം. എന്നിട്ട് കറിവേപ്പിലയും കുറച്ചിട്ട് വഴക്കുക. വഴറ്റിയ ശേഷം മാറ്റി വെച്ച ചിക്കൻ കൊട്ടുക. ചിക്കൻ കൊട്ടി അത് കുറച്ച് നേരം മൂടി വെച്ച് വേകണം. ഒരു പാതി വെന്ത ശേഷം കുമ്പളങ്ങ മാറ്റി വെച്ചിട്ടില്ലേ, അതും എടുത്ത് അത് കൊട്ടുക. അത് കൊട്ടി മൂടി വെച്ചിട്ട് തന്നെ അതും വേകണം. വെന്ത് മുക്കാൽ വേവിൽ പാതി വേവാകുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ തേങ്ങ അരച്ചത്, ആ തേങ്ങ അരച്ചതും അതിലൊഴിക്കുക. ഒഴിച്ച ശേഷം കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കുക. തിളച്ച് ഉപ്പും മുളകും എല്ലാം കറക്റ്റാണോ നോക്കിയ ശേഷം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പാലക്കാടൻ ചിക്കൻ കുമ്പളങ്ങയും. എല്ലാവരും കഴിക്കുക. കഴിച്ചിട്ട് കഴിച്ച് നോക്കുക. കഴിച്ചിട്ട് എങ്ങനെ അഭിപ്രായമൊക്കെ പറയുക. കമൻറ്റ്. എനിക്കിങ്ങനെ വെക്കാൻ അറിയുള്ളൂ. ഇനി ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തോ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയണവരാരെങ്കിലും പറയണം. ഒരുപാട് കുമ്പളങ്ങ വേകാൻ പറ്റില്ല. വെന്ത് പറഞ്ഞാൽ അത് നമ്മൾ ലാസ്റ്റ് എല്ലാം വറ്റി ഇതാകുമ്പോഴേക്കും അത് ഒരുപാട് വേവ് കമ്മിയാകും. നോക്കുക. ഇടയിലിടയിൽ ഇളക്കി വിടണം. ഇളക്കി വിട്ട് ഉപ്പ് എല്ലാം കറക്റ്റാണോ നോക്കുക.